ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഒരു മാസത്തോളമായി നമ്മളുടെ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് അത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ബിക്കോസ് അറിയാമല്ലോ, പ്രഗ്നൻസി പീരീഡാണ്, നല്ല റെസ്റ്റ് ആയിരുന്നു. പിന്നെ കുറേ എന്താ പറയുക, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് റെസ്റ്റ് ഒരു പീരീഡിലായിരുന്നു. സോ ഇങ്ങനെ ഫുൾ വ്ളോഗ് എടുക്കുക, എഡിറ്റ് ചെയ്യുക അങ്ങനെയുള്ളൊരു മൂഡേ ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ നമ്മളുടെ 5th മന്ത് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കും, ചേച്ചി എത്ര മന്തായി, കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അപ്പോൾ 5th മന്ത് ആയിട്ടുണ്ട്. അപ്പം ഇപ്പം അറ്റ്ലീസ്റ്റ് എനിക്ക് കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യാനുള്ള ഇതൊക്കെ ആയി തുടങ്ങി. സോ ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. കൊച്ചു കൊച്ചു അപ്ഡേറ്റ്സും വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഓൾസോ ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ എന്ന് പറയാൻ പെട്ടെന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത്രി എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അത് അങ്ങനെ കുക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ട് അതിനുള്ളിൽ കുറച്ച് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല പിമ്പിൾസ് ഉണ്ട്. പിമ്പിൾസിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു ടൈമിൽ മെഡിസിൻസും അതും ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്കിന്നൊക്കെ നല്ല ഡാമേജ്. അപ്പോൾ സ്കിൻ കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫുൾ കാര്യങ്ങളും ചെയ്തത് കെട്ടിയവനാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഭയങ്കരமான വേറെ ഇരിക്കുക, വീഡിയോ എടുത്തു തരണം. മേക്കിംഗ് വാട്ട്? ഒരാളിവിടെ ചന്ദനം അരയ്ക്കുന്നു. മമ്മിയും പപ്പയും പഴയ അമ്മിക്കല്ലൊക്കെ സെറ്റ് ചെയ്ത്, പഴയ അമ്മിക്കല്ലൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് മഞ്ഞളരയ്ക്കാൻ. ഇതെന്താ ഇവിടെ ചന്ദനം നോക്കി കൊടുക്കണം. ഇസ അമ്മിക്കല്ലിനി വെക്കാനുള്ള മറ്റേ സാധനം പണിയണം. അരക്കാൻ അരച്ച് പഠിക്കണ ഷർട്ടിലൊക്കെ ആവട്ടോ. വേണ്ടി വന്നാൽ ഞങ്ങൾ അരയ്ക്കാനും പഠിക്കും. ഇത് നോക്കിയ ഹൈറ്റ് അവന് മഞ്ഞളിട്ട് കൊടുക്കാൻ പറഞ്ഞവൻ. പിന്നെ ഇട്ട് കൊടുക്ക്. പിന്നെ നിനക്ക് എന്തിയാച്ചങ്ങനെ മീശ ഇല്ല. അപ്പൊ ഇട്ട് കൊടുക്കവന്. പിന്നെ പൂച്ച പോയി. പൂച്ചല്ലല്ലോടെ പട്ടി. പട്ടി ചത്തുപോയിന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ചെറുതായിട്ട് മരിച്ചേ ഉള്ളൂ. കൂട്ടേട്ടൻ പറഞ്ഞില്ല, ആ പുള്ളിയോട് ഇപ്പൊ ചോദിച്ചാലും പറഞ്ഞില്ല, പക്ഷെ ആ പുള്ളി മരിച്ചു. അങ്ങനെയല്ല പറഞ്ഞു, ആ പുള്ളിനോട് ഇപ്പൊ ചോദിച്ചാലും ആ പുള്ളി വീണ. ആൾക്കാര് ചോദിക്കും കയ്യിലെന്തെങ്കിലും മഞ്ഞപ്പൊന്ന്, നീ മഞ്ഞളിടുന്നോന്ന് ചോദിക്കും. മഞ്ഞളിടുന്നോടെ മാത്രമേ കൈ മഞ്ഞിരിക്കുള്ളൂ. മഞ്ഞളടിക്കുമ്പോൾ ആദ്യമൊക്കെ മഞ്ഞൾ പുള്ളി ഇറക്കുമ്പോൾ കറിയിൽ കൈയൊക്കെ ഇങ്ങനെ സ്കൂളിൽ വെച്ച് തരുന്ന പരിപാടി. ഇട്ടേടാ. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ മീശ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മീശ കുറവാണെന്ന് ഞാൻ അതിൽ നോക്കിട്ട് കാണില്ലല്ലോ. അവൻ മടിച്ചളയാണ്, പൊട്ടിയത് മൊത്തം. ഇത്തിരി നീ മേലേക്ക് പിടിക്കേ. നീറൂട്ടം. ഈ ഉടുപ്പിട്ടതിന്റെ ഉദ്ദേശം ഇനി ഇതിടില്ല, മഞ്ഞൾ മാത്രം ഇടുമ്പോ ഇടാൻ ഇല്ല. പിന്നെ മമ്മിക്ക് തോന്നണ്ട, അതെന്താന്ന് ഇത് ഇന്ന് പോവും, ഇന്ന് കത്തിപ്പോവും. അതെന്താ കത്തിക്കാനല്ല. അനുനോട് പറഞ്ഞു, ഈ കാക്ടസ് ഇല്ലേ, കാക്ടസ് ഉള്ളത് ഇട്ട് കഴിയുമ്പോ നെഗറ്റീവ് എനർജീസ്. അത് അങ്ങനെ ഒരു മുതൽ എന്തെങ്കിലും പറയാനും കളിച്ചെടി. അതാണോ അത്? കള്ളിമുൾച്ചെടിയുടെ പ്രിന്റാ. അപ്പൊ അത് തുണിയുമ്പേ ആളത് നെഗറ്റീവ് വരും. ജീവനുള്ളതാണെങ്കിൽ നെഗറ്റീവ് തന്നെ പോട്ടെ. ജീവനുള്ള ചെടിയാ അത് ഉണ്ടെങ്കിലാണ് നെഗറ്റീവ് തന്നെ. മതി. നഖത്തേന്ന് പോകുന്നില്ല. എന്താ അത് തേച്ചാ മതി. ചേർന്നാരങ്ങ തേക്കണ പോലെ ഇത് കുറച്ചൊക്കെ തിന്നാൻ കൊടുക്ക്. ഇത് തിന്നാന്ന് ഇതെന്താ വേണ്ടേ? ശരിക്കും വരക്കി, ഇതുമിട്ട് വരക്കി, ആ കല്ലുമിട്ട് വരക്കി. അപ്പൊ അങ്ങോട്ട് പൊക്കോളൂ.
പിന്നെ വെള്ളം പോലെ അത് പിടിക്കും. ആ വെള്ളം പോരുത്. എന്നിട്ട് ഉരക്കി അപ്പൊ കംപ്ലീറ്റ് പൊക്കോളൂ. ഇത് അതിനകത്ത് ഉപ്പിലിടാൻ ആഫ്റ്റർ എഫക്ട്സ്. ഉപ്പിലിടാന്ന് ചമ്മന്തി അരക്കാൻ. അപ്പൊ എത്ര ദിവസത്തേക്കാ? ഐക്കോണിക് കാജലാണോ? സോറി, ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. എന്നാ വെറും കാജലാണോ? വെറും കാജലാണോ? കണ്ണിനുള്ളിൽ കൂടി തന്നെ എന്തെങ്കിലും. നോക്കട്ടെ. കണ്ണിൻ്റെ ഉള്ളിൽ കയറുന്ന എന്തിനാ? ഭയങ്കര ലൈറ്റോടെ ഒരിടത്തും ഇതെന്ത് വായിൽ ചോറ് വെച്ച് കൊടുക്കണം? ബ്ലഷ് ഇട്ടാ ഇവിടെ ഇവിടെ വേണ്ട വേണ്ട. Look who's making tea for us. Appuman. അടുത്തതിനാ Thank you, Appu. ഞാനിപ്പോ അവളെ എടുത്തിട്ടാ. എന്തിട്ടാണോ നീ കാണിച്ചേ? ഇതില് വരൂട്ടാ. നിന്റെ ക്ലാസ്സിൽ ചെല്ലുമ്പോ പിള്ളേര് ഇതെന്തായാലും വരും. അപ്പമാൻ ഞാൻ പാവാൻ എടുത്തിട്ടേക്കും. ഇല്ലല്ലോ. നമ്മളങ്ങനെ എവിടേക്കാണ് പോണേന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞങ്ങളുടേതായ ഒരു പേഴ്സണൽ ടൈം മാത്രമായിട്ട് ഇന്നൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് ഇവിടെ അടുത്തൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്നുള്ള പോലെ ഒരു ഈവനിങ് ഔട്ടിങ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാം. കഷ്ടപ്പെട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് പോലെ ഇതായിരുന്നല്ലോ എൻ്റെ വിസ്മി. കുട്ടിയായിരിക്കും. ആ പൊസ് ക്ഷീണിച്ച് ഇരുന്നൂറ് ഈ പ്രാവശ്യം സാധാരണ ഞാൻ എല്ലാ പ്രാവശ്യം കൊടുക്കുന്നുണ്ട്. മറ്റേ കൈ തുടയ്ക്കാനായിട്ട് ഇപ്രാവശ്യം എനിക്ക് സമയം കിട്ടിയില്ലടി. ഞാൻ ശരിക്കും ടിഷ്യൂ വേണ്ട.
ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ് അത് നാട്ടുകാർക്ക് മൊത്തം സിമ്പിളാണ് ഇനി അല്ല കുഴപ്പമില്ലല്ലോ. ഇല്ല കുത്തിയല്ല നിന്റെ മോതിരം അറിയണല്ലോ ഇത് കൊള്ളാലോ. ഞാൻ ഒറ്റ സിംഗിൾ സ്റ്റോണാണ് നോക്കിക്കൂടുന്നത് പക്ഷെ കിട്ടാനില്ല. എല്ലായിടത്തും കയറി നോക്കി. ഈ കോലാണ് ഭംഗി. ആടണുണ്ടോ വണ്ടി കിടന്ന് ആ ഓടിക്കണം കിടന്ന ആടുമായിരിക്കും ഇപ്പൊ ഇങ്ങനെ വണ്ടി നല്ല കുലുക്കൊണ്ടോ. അത് കൊലയോടാ നമ്മള് വിചാരിക്കണ പോലെയല്ല. പോലെയുണ്ട്. പുള്ളിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റൂല. എഫക്റ്റ് ഇട്ട് കൊടുക്കാം. സോ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നേരെ വെച്ച് പിടിച്ചിരിക്കുന്നത് മൂന്നാറിലോട്ടാണ്. Unexpected. അതെ, ഒന്ന് തണുപ്പത്ത് വരിക വന്നതാണ്. ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു വ്ളോഗ് എടുക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ പോയി മോർണിംഗ് തന്നെ റിട്ടേൺ പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ. അപ്പോൾ ബൈ.